അപ്പോൾ എങ്ങനെയാണ് സുഹൃത്തുക്കളെ നമ്മൾ കുപ്പായം തയ്പ്പിച്ച് തുടങ്ങുകയല്ലേ? നമ്മുടെ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറുടെ കുപ്പായം തയ്പ്പിച്ച് തുടങ്ങുകയല്ലേ എന്നുള്ളതാണ് ഞാൻ ചോദിച്ചത്. കാരണം നോട്ടിഫിക്കേഷൻ ഉടനെ എത്തും എന്നുള്ളത് PSC അറിയിച്ചിട്ടുണ്ട്. മെക്കാനിക്കൽ ഓട്ടോമൊബൈൽ ഉദ്യോഗാർത്ഥികൾ കാത്തിരിക്കുന്ന ഒരു പരീക്ഷയാണ്. ഡിപ്ലോമയോ അല്ലെങ്കിൽ അതിന് മുകളിൽ ബിടെക് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു ജോലി തന്നെയാണ് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ. ഈ കുപ്പായം റെഡിയാക്കി തുടങ്ങാമെന്ന് ഞാൻ പറഞ്ഞത് വെറുതെ പറഞ്ഞതല്ല. നിങ്ങളത് മാനിഫെസ്റ്റ് ചെയ്യണം. നിങ്ങളുടെ അടുത്ത വർഷം 2027 ഈ പരീക്ഷ നടക്കും. ആ പരീക്ഷ എഴുതി ക്രാക്ക് ചെയ്ത് നിങ്ങളൊരു അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറായിട്ട് ആ കുപ്പായം ഇട്ടിട്ട് ആ യൂണിഫോം ഇട്ടിട്ട് ജീപ്പിലൊക്കെ കയറി സർവീസിൽ പ്രവേശിക്കുന്നത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യണം. അതിനു വേണ്ടിയിട്ട് അങ്ങനെ മാനിഫെസ്റ്റ് ചെയ്ത് പഠിച്ചു തുടങ്ങിയാൽ ഉറപ്പായിട്ടും അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഈ ജോലി കിട്ടും. അപ്പോൾ നമുക്ക് വീഡിയോയിൽ ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് ഒന്ന് പോകാം. അപ്പോൾ PSCയുടെ തീരുമാനപ്രകാരം 16 തസ്തികകളിലേക്കുള്ള വിജ്ഞാപനം വരുന്നുണ്ട്. നിങ്ങൾക്കിത് കാണാൻ ബുദ്ധിമുട്ടുണ്ടാവും, പക്ഷേ ഇത് നമ്മുടെ അതുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. PSC 16 തസ്തികകളിലേക്ക് വിജ്ഞാപനം. അതിൽ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് മോട്ടോർ വാഹന വകുപ്പിൽ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ, അതായത് AMVA നോട്ടിഫിക്കേഷൻ വരുന്നു എന്നുള്ളതാണ് PSC അറിയിച്ചിട്ടുള്ളത്. AMVA നോട്ടിഫിക്കേഷൻ വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഉടനെ തന്നെ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ ഇതിപ്പോൾ മെയ് 12 ആണ്. മെയ് 15 ശേഷം അല്ലെങ്കിൽ ഈ മാസം അവസാനമോ നമുക്ക് എന്ത് പ്രതീക്ഷിക്കാം? ഈ നോട്ടിഫിക്കേഷൻ ഗസറ്റിലും അതുപോലെ തന്നെ PSCയുടെ വെബ്സൈറ്റിലും പ്രതീക്ഷിക്കാം. അപ്പോൾ അതിനുവേണ്ടി കുറേ നാളായിട്ട് ഉദ്യോഗാർത്ഥികൾ തയ്യാറെടുക്കുന്നുണ്ട്. I+ന്റെ ഓൺലൈനും ഓഫ്ലൈൻ ബാച്ചുകൾ ഇതിനു വേണ്ടിയിട്ട് ഏറ്റവും നന്നായിട്ട് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഓഫ്ലൈൻ ബാച്ച് ഉള്ളത് തിരുവനന്തപുരത്താണ്, ഓൾറെഡി റണ്ണിങ് ആണ്. അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഇതിനും സീറ്റുകളുണ്ട്. തിരുവനന്തപുരത്ത് വീക്കെൻഡ് ബാച്ചുകളായിട്ടാണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാനായിട്ട് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുള്ള നമ്പറിൽ വിളിക്കുക. ഓക്കെ. അതുകൂടാതെ ഇനി ഓഫ്ലൈനിൽ നേരിട്ട് വരാൻ സാധിക്കാത്ത ആളുകളാണെങ്കിൽ ഓൺലൈനിലും നമുക്ക് ഇന്റൻസീവ് ആയിട്ടുള്ള ബാച്ചുകളുണ്ട്. അപ്പോൾ എന്താണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. എങ്കിലും അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇപ്പോൾ റീസെന്റ് ആയിട്ട് പാസ് ഔട്ട് ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളിത് മനസ്സിലാക്കുക. ഡിപ്ലോമ ഇൻ ഓട്ടോമൊബൈൽ ഓർ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഒന്നുകിൽ നിങ്ങൾക്ക് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിൽ ഒരു ഡിപ്ലോമ ഉണ്ടാവണം, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ഒരു ഡിപ്ലോമ ഉണ്ടായാലും മതി, അല്ലെങ്കിൽ അതിന് മുകളിൽ ബിടെക് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അത് മാത്രം പോരാ, ഇന്നും കൂടെ വേണം, ഹെവി ലൈസൻസും കൂടെ വേണം. അപ്പോൾ ഹെവി ലൈസൻസ് ഇല്ലാത്ത ഒരാൾക്ക്, അതായത് അപേക്ഷിക്കുന്ന സമയത്ത് ഹെവി ലൈസൻസ് ഇല്ലാത്ത ഒരാൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇനി നിങ്ങൾക്ക് ഹെവി ലൈസൻസ് ഇല്ല എന്ന് കൂട്ടിക്കോ, നിങ്ങൾ ഇന്ന് പോയി രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ, അതായത് ഡ്രൈവിംഗ് സ്കൂളിൽ ഇന്ന് പോയിട്ട് രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു 30 ദിവസത്തെ വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. 30 ദിവസം കഴിഞ്ഞിട്ടേ നിങ്ങൾക്ക് ടെസ്റ്റ് എടുക്കാനായിട്ട് സാധിക്കുള്ളൂ. 30 ദിവസം കഴിഞ്ഞ് ചിലപ്പോൾ ഒരു 4-5 ദിവസം മുന്നോട്ട് പോയേക്കാം. എങ്ങനെയാണെങ്കിലും ഇന്നിപ്പോൾ മെയ് 12, ഈ ഒരു 2-3 ദിവസത്തിനിടയിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ ഒരു ജൂൺ 15, 16 അല്ലെങ്കിൽ 20 നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ഒരു പക്ഷേ ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ്, ഈ ആപ്ലിക്കേഷൻ ഇപ്പോൾ മെയ് ഒരു 17, 18 വരുന്നതെങ്കിൽ ഒരു പക്ഷേ ജൂൺ എൻഡ് വരെ നമുക്കൊരു പക്ഷേ എന്ത് കിട്ടാം, ഇതിന്റെ വാലിഡിറ്റി കിട്ടാം, അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് കിട്ടാം. അതൊക്കെ ഇറ്റ് ഡിപ്പെൻസ് ഓൺ ദ ടൈമിംഗ് ഓഫ് നോട്ടിഫിക്കേഷൻ. അതിൽ ഉറപ്പ് പറയുന്നില്ല. എന്നാണെങ്കിൽ ഒരു മാസം ആപ്ലിക്കേഷൻ ടൈം കിട്ടാറുണ്ട്. ആപ്ലിക്കേഷൻ തരുമ്പോൾ നമ്മുടെ കയ്യിൽ എന്തുണ്ടാവണമെന്നേ ഉള്ളൂ, ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടാവണമെന്നുള്ളൂ. അപ്പോൾ ഇന്ന് നിങ്ങൾ രജിസ്റ്റർ ചെയ്താൽ നിങ്ങൾക്ക് അതിനൊരു ചാൻസ് ഉണ്ട്. ഹെവി ലൈസൻസ് ഇല്ലാത്ത ആളുകളാണെങ്കിൽ 30 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ടെസ്റ്റ് എടുക്കാൻ, അത് ടെസ്റ്റിന്റെ ഡേറ്റും ഒക്കെ ഡിപ്പെൻഡ് ചെയ്യും. പക്ഷേ സ്റ്റിൽ ടെസ്റ്റ് എടുത്ത് നിങ്ങൾ പാസ്സായാൽ അന്ന് വൈകിട്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പോഴത്തെ പുതിയ സംവിധാനം അനുസരിച്ച് നിങ്ങൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഡൗൺലോഡ് ചെയ്ത് എടുത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ PSCയുടെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യാനും അതുപോലെ തന്നെ ഇതിന് അപ്ലൈ ചെയ്യാനും സാധിക്കും. അപ്പോൾ അതൊരു ടിപ്പായിട്ട് പറഞ്ഞു തന്നത് മാത്രം. ഓൾറെഡി ഉള്ളവരെ സംബന്ധിച്ച് ഒരുപാട് പേര് ഇതിന് ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ട്. അവരെ സംബന്ധിച്ച് ഇതൊരു വിഷയമല്ല. നിങ്ങൾ അപ്ലൈ ചെയ്യുക. എന്താണ് നമുക്ക് പഠിക്കാനുള്ളത്? ഓട്ടോമൊബൈലിന്റെ ഭാഗത്ത് നിന്ന് 40 മാർക്ക്, ട്രാൻസ്മിഷൻ ഉൾപ്പെടെയുള്ള മോഡേൺ സിസ്റ്റംസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ദെൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന്റെ ഭാഗത്ത് നിന്ന് തിയറി ഓഫ് മെഷീൻസ്, അതുപോലെ തന്നെ തെർമൽ എഞ്ചിനീയറിംഗ്, തെർമോഡൈനാമിക്സ് ഉൾപ്പെടെയുള്ള ഫ്ലൂയിഡ് മെക്കാനിക്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പഠിക്കാനുണ്ട്. 40 മാർക്ക്. ജോബ് റിലേറ്റഡ് ടോപ്പിക്സ് ആണ് 20 മാർക്ക്. എന്താണ് ജോബ് റിലേറ്റഡ് ടോപ്പിക്സ്? നമുക്കറിയാതെ മോട്ടോർ വെഹിക്കിൾ ആക്ട് ആണ്. അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോകൾ ഇതേ ചാനലിൽ തന്നെ കിടപ്പുണ്ട്. നിങ്ങൾക്ക് അതൊക്കെ റെഫർ ചെയ്യാവുന്നതാണ്. ക്വസ്റ്റ്യൻസ് എങ്ങനെ വരും എന്നുള്ളത് മനസ്സിലാക്കാവുന്നതാണ്. മോട്ടോർ വെഹിക്കിൾ ആക്ട്, അതുപോലെ തന്നെ കേരളവുമായി ബന്ധപ്പെട്ട സ്പെസിഫിക് ആയിട്ടുള്ള ആക്ടുകൾ, റൂളുകൾ, ഫൈൻസ്, വയലേഷൻസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. എന്താണെങ്കിലും ഒരു 6 മാസം നമുക്ക് പഠിക്കാനായിട്ട് കിട്ടും. ഏറ്റവും ചിട്ടയോടുകൂടി ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈ ജോലിയിലേക്ക് കയറാം. ഒരുപാട് പേരെ സാധാരണഗതിയിൽ നിയമനം കിട്ടാറുള്ള ഒരു പോസ്റ്റാണ് AMVA എന്നുള്ളത്. അപ്പോൾ നന്നായിട്ട് പഠിക്കുക, ഈ ജോലി നേടിയെടുക്കുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.